ഹലോ, വെൽക്കം ടു ഗുരു ലൈവ്. സോ നമ്മൾ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ലെക്ചറിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇംഗ്ലീഷ് ഗ്രാമറിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് നമ്മളെപ്പോഴും പറയും ടഫാണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണ്. അത്ര പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളുള്ള കാര്യമാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ഗ്രാമർ? നമുക്കറിയാം, ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ത് ലാംഗ്വേജ് ആയാലും, ഇപ്പൊ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും തന്നെ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട് അല്ലെ. നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെ വേർഡ്സ് കമ്പൈൻ ചെയ്യണം, അങ്ങനെ വേർഡ്സ് കമ്പൈൻ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മീനിങ് ഫുൾ സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമുക്കറിയാം, നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടിക വെച്ചാണ് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക അല്ലെ. അതേപോലെ നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ട്, സെൽ, നമുക്കൊരു ബേസിക് എലമെന്റ്, നമ്മുടെ ബോഡിയിലെ ഏറ്റവും ബേസിക് എലമെന്റ് ആയ സാധനമാണ് സെൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ എല്ലാ സെല്ലും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ വലിയ ബോഡി ഉള്ളത്. അപ്പൊ അതേമാതിരി തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജിലും ഏറ്റവും ബേസിക് എലമെന്റ് ആണ് എന്ത്, സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയും, ഗ്രാമറിൽ കുറെ റൂൾസ് ഉണ്ട് അല്ലെ. നമുക്ക് കുറച്ച് റൂൾസ്. എന്താണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ റൂൾസ് ഉണ്ട്. ഈ റൂൾസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് നല്ല അർത്ഥമുള്ള ഒരു സെന്റൻസ് ആയിട്ട് മാറ്റാം. അപ്പൊ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുമായിരിക്കും. The rules about how words change their form and combine with other words to make sentences. അപ്പൊ ഓരോ വേർഡ് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സെന്റൻസ് ഉണ്ടാവുക. അപ്പൊ സെന്റൻസ് വേർഡുകൾ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. വളരെ എളുപ്പമാണ് ഈ റൂൾസ് പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് വളരെ ബേസിക്, ഗ്രാമറിന്റെ ഏറ്റവും വലിയ ബേസിക് യൂണിറ്റിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ് സെന്റൻസ് എന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞ് കുറെ കൈൻഡ്സ് ഓഫ് സെന്റൻസസ് പറയും. അത് കഴിഞ്ഞ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന കാര്യം പറയും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് സെന്റൻസ്? ഒരു മിനിറ്റ്, ഐ എം സോറി, ഒരു ചെറിയ എറർ ഉണ്ടായേ. ഓക്കെ, സോ എന്താണ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ലൈക്ക് എ ബ്രിക്ക്, അതേമാതിരിയാണ് ലാംഗ്വേജിൽ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് വി ഹാവ് എക്സാമ്പിൾസ് അല്ലെ. അപ്പൊ നമുക്ക് ഈ സെന്റൻസ്, നമ്മളൊരു കുട്ടി, ഹീസ് ടോം, നമുക്ക് ഈ കുട്ടീനെ ടോം എന്ന് വിളിക്കാം. അപ്പൊ ടോം ഇസ് ഗോയിങ് ടു സ്കൂൾ. ടോം എങ്ങോട്ടാ പോകുന്നത്? ടോം ഇസ് ഗോയിങ് ടു സ്കൂൾ. ദാറ്റ് ഇസ് എ സെന്റൻസ്. The second sentence is മഴ പെയ്യാണ്. We are saying it is raining. And third one, നമ്മൾ കാണാണ് കുട്ടി പഠിക്കുകയാണ്. So we say he is reading a book. So അപ്പൊ നമ്മൾ ഈ Tom is going to school എന്ന് പറയുന്നതും it is raining എന്ന് പറയുമ്പോഴും he is reading a book, ഇതൊക്കെ എന്താണ്? സെന്റൻസസ് ആണ് അല്ലെ. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നതും എന്താണ്? സെന്റൻസ് ആണ് അല്ലെ. എനിക്ക് ഇന്ന് വീട്ടിന്റെ പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടേ ഇല്ല, അതെന്താണ്? അതും ഒരു സെന്റൻസ് ആണ് അല്ലെ. നമ്മൾ ഈ 3 സെന്റൻസ് നമുക്ക് വേണേൽ കുറച്ച് കൂടുതൽ എക്സാമ്പിൾ പറയാം. ടീന ഇസ് ആൻ ഇന്റലിജന്റ് ഗേൾ, അതൊരു സെന്റൻസ് ആണ്. ഹി ഈസ് ഡ്രൈവിംഗ് ഹർ കാർ, അത് അടുത്ത സെന്റൻസ്, വേറൊരു സെന്റൻസ്. ഷീ വെന്റ് ടു ചെന്നൈ, അതൊരു സെന്റൻസ് ആണ്. ഹി ലവ്സ് ടു പ്ലേ ഫുട്ബോൾ, അതും ഒരു സെന്റൻസ് ആണ്. ഇതൊക്കെ സെന്റൻസ് എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഓരോ നമ്മൾ പറയുന്ന ഒരു ഐഡിയ, ഇപ്പൊ ടോം ഇസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നത് അതൊരു സെന്റൻസ് ആണ്. ഇതിൽ അധികം എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അടുത്ത സ്ലൈഡിൽ എന്ന് പറയുമ്പോൾ കൈൻഡ്സ് ഓഫ് സെന്റൻസസ്, നമുക്ക് 4 വിധത്തിലുള്ള സെന്റൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസസ് ആണ്. ഈ അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, അസേർട്ട് ചെയ്യുക, എന്തെങ്കിലും അസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപിക്കുക. നമുക്കറിയാം കുറെ സത്യങ്ങൾ, അല്ലെങ്കിൽ വി നോർമലി ടോക്ക് അബൌട്ട് ട്രൂത്ത്, ഫാക്ട്സ്, സത്യങ്ങളാണ് നമ്മൾ ഇങ്ങനത്തെ സെന്റൻസസിൽ പറയാം. അതായത് those sentences which make statements or assertions ആണ് സെന്റൻസ്. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറുതാകുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു റൈം പഠിച്ചിട്ടില്ലേ, ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ എ വാൾ എന്ന് പറഞ്ഞിട്ട്. എന്താണ്? അതൊരു അസേർട്ടീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ സ്ലൈഡ് പറഞ്ഞു ടോം ഇസ് ഗോയിങ് ടു സ്കൂൾ, അതും ഒരു അസേർട്ടീവ് സെന്റൻസ് ആണ്. ഹി ഈസ് റീഡിങ് എ ബുക്ക്, അതും ഒരു അസേർട്ടീവ് സെന്റൻസ് ആണ്. യു പീപ്പിൾ ആർ ലിസണിങ് ടു ദ ക്ലാസ്, അതും ഒരു അസേർട്ടീവ് സെന്റൻസസ് ആണ്.
അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഇത്രയും നേരം അസേർട്ടീവ് സെന്റൻസസിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാൻ. അപ്പം സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊരു സത്യമാണ്. അപ്പൊ നമ്മൾ അതിന് എന്ത് പറയും? അസേർട്ടീവ് സെന്റൻസസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെന്റൻസിലേക്ക് പോവാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നാണ് അതിന് പറയാം. എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്? നിങ്ങൾ ആ പിക്ചറിലേക്ക് നോക്കൂ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം അല്ലെ? പിന്നെന്താണ്? അവിടെ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, എന്തോ ചോദിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ interrogative sentences are those sentences which ask questions. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള, ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കുന്ന സെന്റൻസസിനെയാണ് എന്തെന്ന് പറയാ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾ ചോദിക്കാം. Where do you live? അറിയില്ലേ? Where do you live? I live in Kerala. More precisely, I live in വള്ളിക്കുന്ന്. സോ where do you live? where എന്ന് ചോദിക്കുന്നത് where എവിടെ എന്നർത്ഥം വരുന്നത് എന്താ? ഈ ഒരു സെന്റൻസ് എന്താണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ യു ഈറ്റിംഗ്? വാട്ട് എന്ന് വെച്ചാൽ ആ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അല്ലെ? അപ്പൊ നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ഞാനിപ്പോ ഒരു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കണം. ഐ എം ഈറ്റിംഗ് എ ബിസ്ക്കറ്റ്. അപ്പൊ അതൊരു ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തത്, വെൻ ഡു യു ഹാവ് എ ക്ലാസ്? വെൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പം? നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലാസ് ഉള്ളത്? ഐ ഹാവ് എ ക്ലാസ് അറ്റ് 8 o'clock. എനിക്ക് 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. നാലാമത്തത്, വൈ ആർ യു ഗോയിങ് ടു ചെന്നൈ? വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ്? അപ്പൊ വൈ ആർ യു ഗോയിങ് ടു ചെന്നൈ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പോകുന്നത്? ഐ ആം ഗോയിങ് ടു ചെന്നൈ ഫോർ എൻ എക്സാം. അപ്പൊ ഞാൻ പറയാണ് ഞാൻ ചെന്നൈയിൽ പോകുന്നത് ഒരു എക്സാമിന് വേണ്ടിയാണെന്ന്. അഞ്ചാമത്തത്, ഹൗ ആർ യു ഡൂയിങ്? അതായത് നിങ്ങൾ ചോദിക്കുകയാണ് ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? യെസ്, ഐ ആം ഗുഡ്, ഐ ആം ഫൈൻ. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് വിങ്സ് ഓഫ് ഫയർ? ആരാണ് വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്? അപ്പൊ എന്താണ്? അതൊരു ചോദ്യമാണ്. ആരാണ് എന്നുള്ളത് ചോദ്യമാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയും. അപ്പം ഇംഗ്ലീഷിൽ ബേസിക്കലി 5W1H എന്ന് പറയുന്ന വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സ് കൊണ്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. അത് വാട്ട്, വേർ, വെൻ, വൈ, ഹു ആൻഡ് ഹൗ. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയസ് വേർഡ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കൈൻഡ് ഓഫ് സെന്റൻസിലേക്ക് കടക്കാണ്. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇംപെറേറ്റീവ് സെന്റൻസസ്. ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആസ് ടീച്ചേഴ്സ്, നിങ്ങൾ ടീച്ചേഴ്സ് ആയി പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട വാക്കുകളാണ് ഇതൊക്കെ. നമ്മൾ പറയും ബി സൈലന്റ്, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെയാണ് ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറയാം. അതായത് those sentences which express commands and requests. അതായത് കമാൻഡ്, നിങ്ങളിപ്പോ കണ്ടില്ലേ ആ ഫോട്ടോയിൽ കണ്ടാൽ അറിയാം, ആ ലേഡി ആ പട്ടീനോട് എന്താ ആനിമൽ ഉള്ളിലേക്ക് പോകാൻ പറയണം. അപ്പൊ ദാറ്റ് ഇസ് എ കമാൻഡ്. അതായത് ആ പട്ടീനോട് പോവാൻ വേണ്ടി പറയണം. ദാറ്റ്സ് എ കമാൻഡ്. ആൻഡ് ദെൻ റിക്വസ്റ്റ്, നമ്മൾ ചോദിക്കാം, പ്ലീസ് ക്യാൻ യു പ്ലീസ് ലെൻഡ് മീ എ പെൻ? പെന്ന് ചോദിക്കില്ലേ? അപ്പൊ ഇങ്ങനത്തെ സെന്റൻസസിനെയാണ് ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറയാം. നോക്കൂ, എക്സാമ്പിൾസ് നോക്കാം. ഗെറ്റ് ഔട്ട്. It is a command that you are giving somebody to move out of the room. So it is an imperative sentence. Be silent. Again, you are giving command to students to be silent. Appo adendana adoru imperative sentence aanu. God save us. Devam nammale രക്ഷിക്കട്ടെ. അതെന്താണ്? നമ്മളെ ഒരു റിക്വസ്റ്റ് ആണ്, നമ്മളെ ഒരു പ്രാർത്ഥനയാണ് അത്. അപ്പൊ അതെന്താണ്? അതൊരു ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. നാലാമത്തത്, പ്ലീസ് ഡ്രിങ്ക് സം വാട്ടർ. കുറച്ച് വെള്ളം കുടിച്ചോളൂ. അത് നമ്മൾ എന്താ പറയുക? നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, കുറച്ച് വെള്ളം കുടിച്ചോളൂ. somebody raise their hand. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, ടെക്നിക്കൽ എറർ ആണോ അതോ എന്തെങ്കിലും ഡൗട്ട് ആണോ? ഐ തിങ്ക് ഞാൻ ക്ലാസ് ഫോർവേഡ് ചെയ്യാണ്. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ലാസ്റ്റ് 10 minutes നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇംപെറേറ്റീവ് സെന്റൻസിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് എന്തെങ്കിലും കമാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ സെന്റൻസസിനെയാണ് നമ്മൾ ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറയാം. ഓക്കെ,
ആൻഡ് നാലാമത്തെ കൈൻഡ് ഓഫ് സെന്റൻസസിലേക്കാണ് നമ്മൾ വരുന്നത്. നാലാമത്തെ കൈൻഡ് ഓഫ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പിക്ചറിലേക്ക് നോക്കൂ. നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലെ? ഒരു കുട്ടി, the baby is surprised, the baby is surprised at something. അല്ലെങ്കിൽ ബേബി എന്തോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആശ്ചര്യച്ചിരിക്കുക, അത്ഭുതത്തോടുകൂടി എന്തോ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ സെന്റൻസ് നമുക്ക് അത്ഭുതപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ആശ്ചര്യം വരുത്തുന്ന കാര്യമാണ്. നമുക്ക് ഷോക്ക് ആയാലും വിരോധമില്ല. അങ്ങനത്തെ സ്ട്രോങ് ഫീലിങ്സിനെ കൺവേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറയാം. നമ്മൾ പറയുന്നത് എക്സാമ്പിൾസ് ആണ് താഴെ. നമ്മൾ വാട്ട് എ ബർത്ത്ഡേ സർപ്രൈസ് ഷീ ഗേവ് മീ. നമ്മൾ പറയില്ലേ വാട്ട് എ ബർത്ത്ഡേ സർപ്രൈസ്, ആ പുതിയൊരു വണ്ടി കിട്ടിയ വാട്ട് എ കാർ. സോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താ പറയാ എക്സ്ക്ലമേഷൻസ് യൂസ് ചെയ്യാം. വാട്ട് എ ഷെയിം, ഓ ഗോഡ്. നമ്മൾ പറയില്ലേ ഓ എന്തൊരു നാണക്കേടായിപ്പോ ദൈവമേ എന്ന് പറയില്ല, അതന്നെ വാട്ട് എ ഷെയിം. ആൻഡ് സെക്കൻഡ്, ഹൗ ഹോട്ട് ദ ഡേ ഈസ്. നമ്മൾ ഏപ്രിൽ and it's getting hotter, each day is getting hotter day by day. നമ്മൾ പറയാണ് how hot the day is, നമ്മൾ എക്സ്ക്ലെയിം ചെയ്യാണ്. And then മൂന്നാമത്തത്, you surprise me. എന്താ പറയുന്നത്, ഞാനാകെ സർപ്രൈസ്ഡ് ആയിരിക്കുകയാണ്. അതെന്താണ്, അതും ഒരു എക്സ്ക്ലമേഷൻ ആണ്. നാലാമത്തത്, how beautiful she is. എന്ത് ഭംഗിയല്ലേ അതിനെ കാണാൻ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സ്ട്രോങ് ഫീലിങ്സ് കൺവേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്നാണ് പറയാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. അതായത് നമ്മൾ 4 സെന്റൻസിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞു അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസസ്, അതായത് എന്തെങ്കിലും അസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സെന്റൻസസ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ കൈൻഡ് ഓഫ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ ഇന്ററോഗേറ്റീവ്. അപ്പൊ ഇന്ററോഗേഷൻ, ഞാൻ പറഞ്ഞു ഇന്ററോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്, അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് 5W1H ഉപയോഗിച്ച് വാട്ട്, വേർ, വൈ, വെൻ, ഹൗ ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയാം. മൂന്നാമത്തേത് ഇംപെറേറ്റീവ് സെന്റൻസസ്. ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് സേവ് us, അല്ലെങ്കിൽ കമാൻഡ്, അല്ലെങ്കിൽ റിക്വസ്റ്റ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ് റൂം, അല്ലെങ്കിൽ പ്ലീസ് ഡ്രിങ്ക് സം വാട്ടർ, ഓർ പ്ലീസ് സിറ്റ് ഡൗൺ. All these things come under imperative sentences. നാലാമത്തെ കൈൻഡ് ഓഫ് സെന്റൻസസ് ആയിരുന്നു എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആശ്ചര്യം, സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ, സ്ട്രോങ് ഫീലിങ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് വാട്ട് എ സർപ്രൈസ് വാസ് ദാറ്റ്, അല്ലെങ്കിൽ വാട്ട് എ ഹ്യൂജ് ബൾക്കി ബുക്ക് ഇസ് ദാറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 4 കൈൻഡ് ഓഫ് സെന്റൻസസ് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത പോകുന്നത് പാർട്സ് ഓഫ് എ സെന്റൻസ്, അതായത് ഒരു സെന്റൻസിലെ ഭാഗങ്ങളെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 2 പാർട്ടുണ്ട് ഒരു സെന്റൻസിന് സബ്ജക്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞ ഭാഗവും അത് കഴിഞ്ഞ് ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഈ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ പാർട്ട് വിച്ച് നെയിംസ് ദ പേഴ്സൺ or the thing we are speaking about. നമ്മൾ ചിലപ്പോൾ ഒരാളെ പറ്റിയാവും സംസാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സാധനത്തിനെ പറ്റിയാവും സംസാരിക്കുന്നുണ്ടാവുക. ആ മനുഷ്യനെ പറ്റിയോ അല്ലെങ്കിൽ ആ സാധനത്തിനെ പറ്റിയോ പറയുന്നതിനെയാണ് അവരെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം ടേക്കിംഗ് ദ ക്ലാസ്. ഐ ആം ടേക്കിംഗ് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ആരെ പറ്റിയാ പറയുന്നത്, ഞാൻ എന്നെ പറ്റിയാ പറയുന്നത് അല്ലെ. അപ്പൊ ഞാനാണ് അതിലെ സബ്ജക്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട് ഓഫ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്കേറ്റ് ആണ്. അതായത് ദ പാർട്ട് വിച്ച് ടെൽസ് സംതിങ് അബൌട്ട് ദ സബ്ജക്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണ് ഐ ആം ടേക്കിംഗ് ദ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ആണ് സബ്ജക്ട്. ഇനി ദ പാർട്ട് വിച്ച് ടെൽസ് സംതിങ് അബൌട്ട് ദ സബ്ജക്ട്, എന്നെ പറ്റി പറയുന്ന എന്തിനെയാണ്, അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയാം. സോ ഐ ആം ടേക്കിംഗ് ദ ക്ലാസ്. ടേക്കിംഗ് ദ ക്ലാസ് എന്താവും, പ്രെഡിക്കേറ്റ് ആവും. അപ്പം ഐ ആം ടേക്കിംഗ് ദ ക്ലാസ് എന്ന് പറയുന്നതിൽ ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ട് ഐ ആം ദ സബ്ജക്ട് there, and taking the class I am talking about something I am doing, so it is the predicate. നമുക്ക് കുറച്ചുകൂടെ പേടിക്കണം, കുറച്ചുകൂടെ എക്സാമ്പിൾ കണ്ടാൽ നമുക്ക് ശരി മനസ്സിലാവും. എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ ടോം ഗോസ് ടു ദ സ്കൂൾ. നമ്മൾ പറഞ്ഞു ടോം ഗോസ് ടു ദ സ്കൂൾ. നമ്മളിവിടെ ആരെ പറ്റിയാ സംസാരിക്കുന്നത്, ടോമിനെ പറ്റിയാ സംസാരിക്കുന്നത്. അപ്പൊ ആരാ സബ്ജക്ട്, ടോം. ടോം ഇസ് ദ സബ്ജക്ട്. ഇനി ഗോസ് ടു ദ സ്കൂൾ. ഗോസ് ടു ദ സ്കൂൾ എന്ന് പറയുന്നതാണ് എന്ത്,
ഇതിന്റെ പ്രെഡിക്കേറ്റ്. നമ്മൾ ടോം സ്കൂളിൽ പോകുന്ന കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു? പ്രെഡിക്കേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനെ പറ്റിയാണോ പറയുന്നത് അത് സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ പറ്റി എന്താണോ പറയുന്നത് അത് പ്രെഡിക്കേറ്റ്. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ ഉണ്ട്, നമുക്കത് നോക്കാം. The Prime Minister addresses the nation. നമുക്കറിയാം കൊറോണ വൈറസ് വന്ന സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മളെ അഡ്രസ് ചെയ്തിരുന്നു അല്ലെ, രാജ്യത്തെ അഡ്രസ് ചെയ്തിരുന്നു. സോ ദ പ്രൈം മിനിസ്റ്റർ അഡ്രസ്സസ് ദ നേഷൻ. നിങ്ങൾ പറയും ഇവിടെ എന്താണ് സബ്ജക്ട്, ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത്? I am talking about the Prime Minister. So Prime Minister is the subject. Now what is Prime Minister doing, or what am I talking about the Prime Minister? The Prime Minister is addressing the nation. So the predicate is addresses the nation. I hope it's clear. We can get back if you're not clear. So, and third example, coronavirus is creating panic among public. Coronavirus നമ്മളുടെ ഇടയിലൊക്കെ പേടി ഭീതി പടർത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? കൊറോണ വൈറസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ കൊറോണ വൈറസ് ആണ് എന്ത്? സബ്ജക്ട് ഓഫ് ദ സെന്റൻസ്. കൊറോണ വൈറസിനെ പറ്റി നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നത് കൊറോണ വൈറസ് പാനിക് ഉണ്ടാക്കുന്നു. അപ്പൊ ഈസ് ക്രിയേറ്റിംഗ് പാനിക് എമംഗ് പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. And then you have the fourth example. Tom and Jerry is my favorite cartoon. എല്ലാവരുടെയും നിങ്ങളുടെയും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ടോം ആൻഡ് ജെറി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സബ്ജക്ട്? നമ്മൾ എന്തിനെ പറ്റിയാ പറയുന്നത്? ടോം ആൻഡ് ജെറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ടോം ആൻഡ് ജെറി ആണ് എന്ത്? സബ്ജക്ട്. ഇസ് മൈ ഫേവറേറ്റ് കാർട്ടൂൺ. കാർട്ടൂൺ ടോം ആൻഡ് ജെറിനെ പറ്റി എന്താണ് പറയുന്നത്? അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് സബ്ജക്ട്, വി ഹാവ് എ സബ്ജക്ട് ആൻഡ് വി ഹാവ് എ പ്രെഡിക്കേറ്റ്. അപ്പൊ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ പറ്റിയാണോ പറയുന്നത് അല്ലെങ്കിൽ ആരെ പറ്റിയാണോ പറയുന്നത് അതാണ് സബ്ജക്ട്. ഇനി ആ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ എന്ത് പറയുന്നു അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിലേക്കാണ് പോകുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടിൽ നൗ. അപ്പം പാർട്സ് ഓഫ് സ്പീച്ച്, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു സെന്റൻസസ് ആണ് ബേസിക് എലമെന്റ്. ഒരു ലാംഗ്വേജിലെ ബേസിക് എലമെന്റ് ആണ് സെന്റൻസ് എന്ന് പറഞ്ഞു. ഈ സെന്റൻസും എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? കുറെ വേർഡ്സ് ഫോം ചെയ്തിട്ടാണ് എന്താ സെന്റൻസ് ആവുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വേർഡ്സിനെ ഒരു 8 കൈൻഡ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അതായത് അവർ ആ സെന്റൻസിൽ ചെയ്യുന്ന റോൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ സെന്റൻസ് വേർഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അവർ ഓരോ ഫംഗ്ഷൻ, ഓരോ വേർഡ് ഓരോ ഫംഗ്ഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ റോൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ എന്റെ റോൾ എന്ന് വെച്ചാൽ ഐ ആം എ ഡോട്ടർ, ഞാനൊരു മകളാണ്. അതേസമയം ഞാനൊരു കൂട്ടുകാരിയാണ്, ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഞാനൊരു നീസാണ്. അപ്പൊ എനിക്ക് ഒത്തിരി റോൾ ഉണ്ട് ലൈഫിൽ പ്ലേ ചെയ്യാൻ. അതേമാതിരി തന്നെ ഡിപ്പെൻഡിങ് ഓൺ മൈ ഫംഗ്ഷൻ, എന്റെ ഫംഗ്ഷൻ അനുസരിച്ച് എന്റെ റോള് മാറും അല്ലെ. എന്റെ അമ്മയ്ക്ക് അച്ഛനും ഞാൻ മോളാണെങ്കിൽ എന്റെ മാഷ്ക്ക് ഞാനൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്റെ ഫംഗ്ഷൻ അനുസരിച്ച് എന്റെ റോള് മാറും. അതേമാതിരി തന്നെ വേർഡ്സിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് വേർഡിന്റെ റോൾ അനുസരിച്ച് വേർഡിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നൗൺ, adjective, pronoun, verb, adverb, preposition, conjunction, interjunction. അപ്പൊ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചും കൂടെ നമ്മൾ ഇന്ന് എന്താന്ന് നോക്കാം. അപ്പം എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് മനസ്സിലായില്ല. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ ഫംഗ്ഷൻ ഓർ ദ റോൾ ഐ ടേക്ക് ഇൻ എ സെന്റൻസ്, I am divided into 8 different kinds. So the first kind among them is noun. അതായത് noun ആണ് ഏറ്റവും ബേസിക്. noun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a person, a place or a thing. അതായത് ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിനെയോ നമ്മൾ ആണ് noun എന്ന് പറയാം. അപ്പം a person എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ പറയാം? ചീഫ് മിനിസ്റ്റർ
ചീഫ് മിനിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഹി ഈസ് എ നൗൺ. പ്രൈം മിനിസ്റ്റർ അല്ല നൗൺ, നരേന്ദ്രമോദി ഹി ഈസ് എ നൗൺ. ഓക്കെ, അതിന് നരേന്ദ്രമോദി പറയുന്നത് നൗൺ ആണ്. അല്ലെങ്കിൽ മിനിസ്റ്റർ കെ ശൈലജ എന്ന് പറയുകയാണെങ്കിൽ ഷീസ് എ നൗൺ. അത് ടീച്ചറുടെ പേരെന്താണ്? അത് നൗൺ ആണ്. പ്ലേസ്, നമ്മൾ പ്ലേസ് പറഞ്ഞ കേരള ഇസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരള എന്താണ്? ഒരു സ്ഥലമാണ്. അപ്പൊ കേരള എന്താണ്? നൗൺ ആണ്. ഓക്കെ. ലണ്ടൻ ഇസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. അപ്പൊ ലണ്ടൻ എന്താണ്? ലണ്ടൻ പ്ലേസ് ആണ്. അവിടെ അതുകൊണ്ട് ലണ്ടൻ നൗൺ ആയിട്ട് വരും. തിങ്, ദിസ് ഇസ് എ പെൻസിൽ. ഇതൊരു പെൻസിലാണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു നൗൺ ആണ്. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അക്ബർ വാസ് എ ഗ്രേറ്റ് കിങ്. അല്ലെ, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ അക്ബർ വാസ് എ ഗ്രേറ്റ് കിങ്. അപ്പൊ അക്ബർ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ് അവിടെ. ആൻഡ് മിനിസ്റ്റർ കെ ശൈലജ ഇസ് എ ഗ്രേറ്റ് അസെറ്റ് ടു കേരള. നമ്മൾ പറഞ്ഞു കൊറോണ വൈറസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ശൈലജ ടീച്ചർ വളരെ കേപ്പബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. അവർ ഹെൽത്ത് മിനിസ്റ്റർ ഇസ് വെരി മച്ച് കേപ്പബിൾ. അപ്പൊ അതുകൊണ്ട് അവിടെ കെ ശൈലജ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. കേരള ഇസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പൊ കേരള എന്താണ്? കേരള എന്ന് പറയുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അത് നൗൺ ആണ്. മുംബൈ ഇസ് കോൾഡ് ദ സിറ്റി ഓഫ് ഡ്രീംസ്. അപ്പൊ മുംബൈ എന്ന് പറയുന്നത് സ്ഥലമാണ്, അതുകൊണ്ട് അതൊരു നൗൺ ആണ്. യു ഹാവ് എ പിക്ചർ ഓഫ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ഇൻ മുംബൈ. യെസ്. ദ റോസ് സ്മെൽസ് സ്വീറ്റ്. അതായത് റോസ് നല്ല മണം വരുന്നു, റോസിൽ നിന്ന് നല്ല സുഗന്ധം വരുന്നു. അപ്പൊ ദ റോസ് എന്താണ്? അവിടെ ഒരു തിങ് ആണ്, അതുകൊണ്ട് റോസ് ഇസ് എ നൗൺ there. The book is interesting. Wings of Fire is the book. Okay, so the book is a thing there, so it is very interesting. So അതെന്താണ്? അതൊരു നൗൺ ആണ്. അപ്പം ഏതൊരു ആളെയോ അല്ലെങ്കിൽ ഏതൊരു പേഴ്സണെയോ പ്ലേസിനെയോ തിങ്ങിനെയോ നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്ന വേർഡ്സിനെ നൗൺ എന്ന് പറയും. അതേപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് ഓഫ് സ്പീച്ച് ആണ് എഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നൗണിന്റെ കൂടെ ആഡ് ചെയ്യുന്ന എന്തിനേയും, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ എഡ്ജക്റ്റീവ് എന്ന് പറയും. Now look at the definition. A word used to add something to the meaning of noun. അതായത് നൗണിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ നൗണിന് ഒരു മീനിങ് കൊടുക്കുന്ന എന്തിനേയും നമ്മൾ എന്ത് പറയും? എഡ്ജക്റ്റീവ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, യെല്ലോ ഫ്ലവർ. യെല്ലോ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലവറിന് നമ്മൾ എന്താണ് പറയുന്നത്? യെല്ലോ കളർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ യെല്ലോ എന്താണ്? എഡ്ജക്റ്റീവ് ആണ്. We are describing the color of flower is yellow. So yellow is the adjective there. അതായത് നമ്മൾ ആ ഫ്ലവറിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്, അതുകൊണ്ട് യെല്ലോ എന്താവുന്നു? അവിടെ എഡ്ജക്റ്റീവ് ആവുന്നു. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബോയ്സ്. അവിടെ എന്താണ്? വി ആർ ടോക്കിംഗ് അബൌട്ട് ടു ബോയ്സ്. There two is an adjective because two is describing the boys. അതായത് ഡിസ്ക്രൈബിങ് രണ്ട് കുട്ടികളാണുള്ളത്. അപ്പൊ രണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആ നൗണിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. ഇപ്പൊ ഫ്ലവർ, യെല്ലോ ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലവറിനെ വിശേഷിപ്പിക്കുകയാണ്, യെല്ലോ കളർ എന്ന് പറയുന്നത്. ഐ ക്യാൻ സേ ബ്ലാക്ക് ഹെയർ, ഐ ക്യാൻ സേ ബോറിംഗ് ക്ലാസ്. ബോറിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ്? ബോറിംഗ് അവിടെ adjective ആണ്. I can say blackboard. The board is black, so black is an adjective. I can say Nataraj pencil, so Nataraj is an adjective there. അപ്പൊ നമ്മള് adjective മനസ്സിലായി. നമ്മൾ മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചിലേക്ക് പോവാണ്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pronoun. നമ്മൾ പറഞ്ഞു നൗൺ എന്താന്ന് പറഞ്ഞു. നൗൺ എന്ന് പറഞ്ഞാൽ സംതിങ്, a word that describes a person, a place or a thing. അതായത് ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ ഒരു സാധനത്തിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തിനും നൗൺ എന്ന് പറഞ്ഞു. അപ്പൊ പ്രോനൗൺ എന്താണ്? പ്രോനൗൺ എന്താന്ന് നോക്കാം. അതായത് a word which is used to substitute for noun. നൗണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് pronoun എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഐ വിൽ ടെൽ യു. നമ്മൾ പറയാണ് ജോൺ ഇസ് ഇൽ ആൻഡ് ജോൺ ഇസ് ആബ്സെന്റ്. അപ്പൊ നമ്മൾ പറയണം ജോൺ ഇസ് ഇൽ ആൻഡ് ജോൺ ഇസ് ആബ്സെന്റ്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയും പറയാം ജോൺ ഇസ് ഇൽ ആൻഡ് ഹി ഇസ് ആബ്സെന്റ്.
അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഹി എന്ന് ഉപയോഗിക്കുന്ന പദം നമ്മൾ ആരെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാണ്, ആരെ പറ്റിയാണ് പറയുന്നത്, ജോണിനെ പറ്റി. അപ്പൊ ജോൺ എന്താണ്, പ്രോനൗൺ ആണ്. അതായത് ഹി എന്ന് പറയുന്ന പ്രോനൗൺ ജോൺ എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ജോൺ എന്ന് പകരം ഞാൻ ഹി എന്ന് യൂസ് ചെയ്യാണ്, ബിക്കോസ് ജോൺ ഇസ് ഓൾറെഡി മെൻഷൻഡ് there. അപ്പൊ ഹി ഇസ് എ പ്രോനൗൺ. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. റീത്ത ഇസ് എ സിംഗർ ആൻഡ് ഷീ സിംഗ്സ് വെൽ. അപ്പൊ റീത്ത എന്ന് പറയുന്നത് ആരാണ്, റീത്ത ഇസ് എ സബ്ജക്റ്റ്, നൗൺ ആണത്. ആൻഡ് റീത്ത ഇസ് എ സിംഗർ, റീത്ത സിംഗ്സ് വെൽ. അപ്പൊ അതിന് പകരം എനിക്ക് എന്ത് പറയാം, റീത്ത ഇസ് എ സിംഗർ ആൻഡ് ഷീ സിംഗ്സ് വെൽ. അപ്പൊ ഷീ എന്ന് പറയുന്നത് ഞാൻ റീത്തേനെ ഡിസ്ക്രൈബ് ചെയ്യാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഷീ ഇസ് എ പ്രോനൗൺ എന്ന് പറയാം. അതേമാതിരി തന്നെ the car was old and that is why it was sold. അതായത് കാർ പഴയ കാറായിരുന്നു, അതുകൊണ്ടാണ് അത് വിറ്റത്. അപ്പൊ the car was old and that's why the car was sold എന്ന് പറയുന്നതിന് പകരം എനിക്ക് പറയാം the car was old and that is why it was sold. മനസ്സിലായോ? കാറിന് പകരം ഞാൻ it എന്ന് യൂസ് ചെയ്തു. നാലാമത്തത്, I forgot my keys and I think I left them in the car. ഞാൻ കീ എടുക്കാൻ മറന്നുപോയി, എനിക്ക് തോന്നുന്നു അത് കാറിലാണെന്ന്. അത്, അപ്പൊ ഞാൻ കീ എന്ന് രണ്ടാമത് പറഞ്ഞില്ല, അപ്പൊ ഞാൻ അത് എന്ന് പറയുന്നത്, അതായത് ദം എന്ന് പറയുന്നതിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കീ എന്ന് പറയാണ്ട് അതിനെ അത് എന്ന് പറഞ്ഞത് കൊണ്ട് അത് പ്രോനൗൺ ആണ്, അത് പ്രോനൗൺ ആണ്. ഐ ലെഫ്റ്റ് ദം ഇൻ ദ കാർ എന്ന് പറയുമ്പോൾ ദം എന്ന് പറയുന്നത് എന്താണ്, പ്രോനൗൺ ആണ്. So you can look at the image. I, me, you എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്രോനൗൺ ആണ്. ഹി, ഷീ. അതായത് ജോൺ എന്ന് പറഞ്ഞപ്പോ നമ്മള് ഹി എന്ന് പറഞ്ഞു, അതായത് മെയിൽ ആയപ്പം നമ്മൾ ഹി എന്ന് പറഞ്ഞു. റീത്ത, ഷി വാസ് എ ഫീമെയിൽ, സോ വി യൂസ് ഷീ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആനിമൽസിന് എന്താ നോർമലി യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ the cat is hungry and it ate. അപ്പൊ the cat is hungry and the cat ate എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയുന്നറിയോ, the cat ate, the cat was hungry and so it ate. അപ്പൊ കാറ്റിന് നമ്മൾ കാറ്റ് ആനിമൽ ആയതുകൊണ്ട് ആനിമലിന്റെ പ്രോനൗൺ ആണ് എന്താ, ഇറ്റ് എന്ന് പറയുന്നത്. പ്രോനൗൺ മനസ്സിലായി എന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞ് നാലാമത്തത് verb. Verb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് എന്ത് ആക്ഷൻ, വാട്ട് ആർ യു പീപ്പിൾ ഡൂയിങ്, യു പീപ്പിൾ ആർ ലിസ്ണിംഗ് ടു ദ ക്ലാസ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ എന്താണ്, ഇപ്പം ലിസണിങ്. അപ്പൊ ലിസണിങ് ആണ് അവിടുത്തെ verb. ഞാൻ എന്താ ചെയ്യുന്നത്, ഐ ആം ടേക്കിംഗ് ദ ക്ലാസ്. സോ ഞാൻ എന്താ ആക്ഷനാ ചെയ്യുന്നത്, ഐ ആം ടേക്കിംഗ് ദ ക്ലാസ്. അപ്പൊ ടേക്കിംഗ് ആണ് അവിടെ verb. അപ്പൊ എന്തൊരു ആക്ഷനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, verb എന്ന് പറയാ. അപ്പം ഐ ആം ഡ്രിങ്കിങ് വാട്ടർ, ഡ്രിങ്കിങ് ആണ് അവിടുത്തെ ആക്ഷൻ, അതുകൊണ്ട് നമ്മൾ ഡ്രിങ്കിങ് എന്നുള്ളതിന് ing ഫോം വരും. ഇറ്റ് ഈസ് ദ ആക്ഷൻ ദാറ്റ് ഐ ആം ഡൂയിങ്, സോ ഇറ്റ് ഈസ് ദ verb. Now I have some examples for you. I am listening to the class, where listening is the verb. I am writing down the notes. I hope you are writing down the notes. So writing എന്ന് പറയുന്നതാണ് അവിടുത്തെ ആക്ഷൻ, അതുകൊണ്ട് writing ആണ് അവിടുത്തെ verb. ഇനി picture. I have to go to the office today. എനിക്ക് ഇന്ന് ഓഫീസിൽ പോകണം. അപ്പൊ പോകണമാണ് എന്ത്, അവിടുത്തെ ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ go എന്നുള്ളതാണ് അവിടുത്തെ verb. ഡൽഹി is a big city. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു നമ്മൾ ചെയ്യുന്ന ആക്ഷനെയാണ് verb എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഡൽഹി is a big city. അപ്പൊ അവിടെ എന്താണ് verb ഉള്ളത്, നമ്മൾ പറഞ്ഞു a word used to express an action or a state. അതായത് നിശ്ചലമായിരിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ verb എന്ന് പറയും. ഡൽഹി is a big city എന്ന് പറയുമ്പോൾ ഈസും എന്താണ്, verb ആണ്. And yeah, here you have a picture of a capital city. And the next one is copper and aluminium are useful metals. Copper and aluminium are useful metals എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അതും ഐ എം നോട്ട് ഡിസ്ക്രൈബിങ് ആക്ഷൻ, അവിടെ ഒരു ആക്ഷൻ ഇല്ല, പക്ഷെ അതൊരു സ്റ്റേറ്റിനെ പറ്റിയാണ് പറയുന്നത്, ഒരു നിശ്ചലാവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ആണ് അവിടുത്തെ verb. അപ്പൊ any word that describes the action or a state is called a verb. I hope that's clear.
Okay, now I have the fifth thing, which is adverb. നമ്മൾ പറഞ്ഞു noun പറഞ്ഞു, adjective പറഞ്ഞു, pronoun പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് adverbനെ പറ്റി. adverb എന്ന് പറഞ്ഞു കഴിഞ്ഞാല് verbന്റെ കൂടെ, okay, I am listening. I am listening എന്ന് പറഞ്ഞാൽ listening ആണ് verb എന്ന് നമുക്കറിയാം. അപ്പൊ ആ verbന്റെ കൂടെ നമുക്ക് ഒരു മീനിങ്ങും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു വേർഡിനെയും കൂടെ ആഡ് ചെയ്താലാണ് അതിനെ adverb എന്ന് പറയുന്നത്. I have an example for you. Now look at it. I ran quickly. I ran quickly. Which is the verb? I is the subject. Ran is the verb. ഓടിയല്ലേ verb. ഓടിയാണ് ആക്ഷൻ. അപ്പൊ ഓടിയാണ്, ഓടി എന്നുള്ളതാണ് എന്ത് verb വരുന്നത്. പക്ഷേ how did I run? I ran quickly. അപ്പൊ ക്വിക്ലി ആണ് എന്ത് അവിടുത്തെ adverb. ഞാൻ എങ്ങനെ ഓടി, അതായത് ഞാൻ ഓടിയതിനെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ക്വിക്ലി ആണ് അവിടുത്തെ adverb. The flower is very beautiful. The flower is very beautiful എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്താണ്? ഫ്ലവർ. ഞാൻ ഫ്ലവറിനെ പറ്റിയാണ് പറയുന്നത്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ ഞാൻ ഫ്ലവർ എഡ്ജക്റ്റീവ് ആണ് അവിടെ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സെയിങ് ദ ഫ്ലവർ ഇസ് വെരി ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുളിന്റെ കൂടെ ഞാൻ എന്ത് ആഡ് ചെയ്യാണ്? വെരി. ഇറ്റ് ഈസ് വെരി. സോ ഐ എം റീഇൻഫോഴ്സിങ്, അതായത് ഞാൻ അവിടെ ഉറപ്പിക്കുകയാണ് വളരെ ഭംഗിയുള്ളതാണ്. അപ്പൊ ഞാൻ ഭംഗീനെ അവിടെ എന്ത് ചെയ്യാണ്? ഭംഗീനെ വിശേഷിപ്പിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. സോറി, ഭംഗിനെയല്ല ഞാൻ വിശേഷിപ്പിക്കുന്നത്, ഞാൻ അവിടെ വേർബിനെയാണ് വിശേഷിപ്പിക്കുന്നത്. വേർബ് ഇസ് ഈസ്. ഈസ് എന്നാണ് വേർബ്. She pronounced the word quite correctly. Now, ഇവിടെ എന്താണ് verb? Pronounced. Okay, she is the subject, pronounced is the verb. Now, quite correctly. ഈ quite correctly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Quite correctly എന്ന് പറഞ്ഞാൽ nearly ശരിയായി. അപ്പൊ ആ ശരിയായതിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറയുന്നു? അവിടെ quiet ആണ് അവിടുത്തെ adverb. She sang the song melodiously. Now, ഇവിടെ എന്താണ് സബ്ജക്റ്റ്? she. sang ആണ് എന്ത്? verb. പക്ഷെ ഞാൻ എങ്ങനെ പാടി? ഞാൻ melodiously പാടി. Sorry, whoever sings, she sang the song melodiously. അപ്പൊ sing ആയിരുന്നു verb. എങ്ങനെ sing ചെയ്തു? melodiously. അപ്പൊ ഞാൻ verbനെ വിശേഷിപ്പിക്കുന്നു, അതുകൊണ്ട് അതിനെ adverb എന്ന് പറയുന്നു. അപ്പൊ എന്ത് ഒരു ആക്ഷനെയാണോ, ഒരു ആക്ഷനെ വിശേഷിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? adverb എന്ന് പറയുന്നത്. I hope that's clear. Okay, let's go to next slide. Yeah, so now I'm here to talk about preposition. Next part of speech is preposition. So you have in very detail to learn more about prepositions. Preposition പറ്റി ഇനിയും കുറെ പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. But now let's look at a word used with a noun to show how the person or thing denoted by the noun stands in relation to something else. വളരെ ലോങ് വൈൻഡിങ് വലിയൊരു സെന്റൻസ് ആണ്. ഇത് കണ്ടിട്ട് തന്നെ എന്താന്ന് മനസ്സിലാവില്ല. അപ്പൊ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു നൗൺ ഉണ്ട്. ഓക്കെ, നൗണിന്റെ കൂടെ വേറൊരു സാധനം ഉണ്ട്. ആ സാധനമായിട്ട് എന്താ റിലേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? preposition യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും, കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാവും. അതായത് you're seeing a man sitting in the car, right? So we are saying the man is sitting in the car. The man is sitting in the car. In എവിടെ ഇരിക്കുന്നത്? കാറിലാണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ the man എന്ന് പറയുന്നതാണ് എന്ത്? സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് ആണ് നൗൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ ദ നൗൺ. The man is sitting in the car. The man കാറിനോട് എന്ത് റിലേഷൻ ആണുള്ളത്? ഇരിക്കുകയാണ്. Sitting in the car. So in is the preposition there. Now I have another example. Yeah, the cat is sitting on the chair. അപ്പൊ ഇവിടെ കാറ്റ് എവിടെ ഇരിക്കുന്നത്? ചെയറിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. സോ ദ കാറ്റ് ഇസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. ഇനി നിങ്ങൾ ഈ രണ്ട് പിക്ചർ നോക്കൂ, എന്താ വ്യത്യാസം? രണ്ടുപേരും ഇരിക്കുകയാണ്, അല്ലെ? പക്ഷെ നമ്മൾ എന്തിനാ ഇന്നും ഓണും യൂസ് ചെയ്തത്? വേറെ വേറെ പ്രൊപ്പോസിഷൻസ് എന്തിനാണ് യൂസ് ചെയ്തത്? അതായത് ഒരാൾ ഉള്ളിലാണ് ഇരിക്കുന്നത്, മറ്റേയാൾ മുകളിലാണ് ഇരിക്കുന്നത്. വി ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും, ഫസ്റ്റ് ഇമേജ് കണ്ടിട്ട് അല്ലെങ്കിൽ ദ മാൻ ഇസ് സിറ്റിംഗ് ഓൺ ദ കാർ നമുക്ക് പറയാം. എപ്പെന്നറിയോ?
ആ മാൻ ശരിക്കും കാറിന്റെ മുകളിൽ കയറിയിരിക്കുകയാണെങ്കിൽ, അതായത് കാറിന്റെ ഏറ്റവും തട്ടമ്പുറം അല്ല, തട്ടമ്പുറം വീടിനാണല്ലോ അല്ലെ, അപ്പൊ ഈ കാറിന്റെ മുകളിൽ ഇരിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? The man is sitting on the car എന്ന് പറയും. Now currently in the picture he is sitting in the car. രണ്ടാമത്തത് the cat is sitting on the chair. ചെയറിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. So these in and on are called prepositions here. And now, yeah, I have some more examples. Yeah, so the rat is under the table. Under is a preposition. എലി എവിടെ ഇരിക്കുന്നത്? ടേബിളിന്റെ അടിയിലാണ്. So under the table. So under is a preposition. Next image, the ball is in the box. ബോക്സിന്റെ ഉള്ളിലാണ് ബോൾ ഉള്ളത്, അതുകൊണ്ട് the ball is in the box you see. അപ്പൊ in, on, under, in, behind, beside, in front ഒക്കെ വരുന്നതിന് prepositions ആണ്. ഞാൻ 4 എക്സാമ്പിളേ തന്നിട്ടുള്ളൂ, കാരണം യു ഹാവ് വേറൊരു ചാപ്റ്ററിനുണ്ട് prepositions-ന് മുകളിൽ. അപ്പൊ prepositions എന്ന് പറഞ്ഞാൽ എന്താണ്? prepositions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണുണ്ട്, വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഈ നൗണ് ഈ ഒബ്ജക്റ്റിനോടുള്ള ബന്ധം എങ്ങനെ ഉണ്ടെന്ന് പറയുന്ന സാധനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? preposition എന്ന് പറയുന്നത്. Now I have a fourth next part of speeches, conjunction. Conjunction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a word used to join words or sentences. അതായത് രണ്ട് വേർഡ്സ് അല്ലെങ്കിൽ രണ്ട് സെന്റൻസസിനെ കണക്ട് ചെയ്യുന്ന വേർഡിനെയാണ് conjunction എന്ന് പറയുന്നത്. It's simple. When we look at the examples, it will be more clear. Ram and Hari are brothers. Now, and is connecting Ram and Hari. അല്ലെ, രാമിനെ ഹരിനെയും കണക്ട് ചെയ്യുന്നത് ആരാണ്? And. So Ram and Hari are brothers. She failed in the exam because she didn't study. ഇവിടെ she failed in the exam കാരണം എന്തുകൊണ്ടാ? Because അവൾ പഠിച്ചില്ല. അപ്പൊ this word that is connecting these two sentences is because. അതുകൊണ്ട് because നമ്മൾ എന്തെന്ന് പറയും? conjunction എന്ന് പറയും. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ എക്സാമിന് ഇങ്ങനെ fill in using connectors എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ കാണാറുണ്ട് നോർമലി. അപ്പൊ അത് പുതിയതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And then third example is Tom had to be taken to the doctor as he was ill. ഇനി നോക്ക, Tom had to be taken to the doctor, full stop. He was ill എന്ന് പറയുന്ന രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്തത് ആരാണ്? As. So as is a conjunction. I have a car but it's not working. എനിക്കൊരു കാർ ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യണില്ല. So but is a conjunction which joins two ideas. Okay, so conjunction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രണ്ട് സെന്റൻസിനെയും അല്ലെങ്കിൽ ഏതൊരു രണ്ട് ഐഡിയനെയും വേർഡ്സിനെയും കണക്ട് ചെയ്യുന്ന വേർഡിനെയാണ് conjunction എന്ന് പറയാം. And the fourth one is the last one, sorry, not the fourth one, the 8th one is interjunction. So interjunction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കാം. അതായത് നമ്മള് interjunction എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാവ്, ഹരേ എന്നൊക്കെ പറയും നമ്മൾ. അതായത് മലയാളത്തിൽ അയ്യോ എന്നൊക്കെ പറയില്ലേ, മലയാളത്തിൽ അയ്യോ എന്ന് പറയും, അല്ലെങ്കിൽ ഹിന്ദിയിൽ അരേ യാർ എന്ന് പറയും. ഇതിനൊക്കെയാണ് ഇന്റർജങ്ഷൻസ് എന്ന് പറയും. അതായത് വേർഡ് വിച്ച് എക്സ്പ്രസസ് സഡൻ ഫീലിംഗ്. പെട്ടെന്ന് നമുക്ക് വേർഡ്സ് കിട്ടില്ല അല്ലെ, നമ്മൾ പെട്ടെന്ന് അറിയാണ്ട് എക്സ്ക്ലെയിം ചെയ്തു പോകും. അതിപ്പോ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാവ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ വേർഡ്സിനെയാണ് എന്തെന്ന് പറയാ? ഇന്റർജങ്ഷൻ എന്ന് പറയാം. ഹരേ വി വൺ ദ ഗെയിം. നമ്മൾ പെട്ടെന്ന് നമ്മൾ ആഹ്ലാദത്തിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോവില്ലേ, ഹരേ വി വൺ ദ ഗെയിം. അപ്പൊ ഹരേ എന്ന് പറയുന്നത് അവിടെ ഇന്റർജങ്ഷൻ ആണ്. അലാസ് ഷീ ഈസ് ഡെഡ്. അലാസ് ഷീ ഈസ് ഡെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റിൽ പറയുന്നതല്ല, നമ്മൾ വളരെ വിഷമത്തോടു കൂടി പറയണം. അയ്യോ അവര് പോയല്ലോ, അല്ലെങ്കിൽ അവർ മരിച്ചു പോയല്ലോ എന്ന് പറയുന്ന അലാസ്. അപ്പൊ ഇതിനെയാണ് ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത്. So I will just brief up what we did till now. So since this is the ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇത്ര പറയുള്ളൂ, ഇത്ര മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിഫോർ ദാറ്റ് I'll brief what we did today.
സോ നമ്മൾ ആദ്യം എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്താന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ സെന്റൻസ് എന്താന്ന് പറഞ്ഞു. സെന്റൻസ് എന്ന് പറഞ്ഞാൽ the basic element of any languages sentence. അത് കഴിഞ്ഞ് നമ്മൾ 4 kinds of sentence പറഞ്ഞു. അതായത് assertive sentence, interrogative sentence, imperative sentence, and fourth one is exclamatory sentence. Where assertive sentences എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, assert ചെയ്യാൻ വേണ്ടിയിട്ട്. Tom is going to school, അല്ലെങ്കിൽ sun rises in the east. This was an assertive sentence. And second one was interrogative sentence. Interrogative sentences എന്തൊക്കെയായിരുന്നു, എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ആലോചിക്കുക. ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററോഗേഷൻ. ഇന്ററോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കും, 5W1H ആണ് ഇംഗ്ലീഷിൽ നമ്മൾ നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. വാട്ട് were you doing, where have you been, why were you late to the class, who is taking the class, when is the class, or how are you going to take the class. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയാം. മൂന്നാമത്തത് ഇംപെറേറ്റീവ് സെന്റൻസസ് ആയിരുന്നു. ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചോദിക്കുക, എന്തെങ്കിലും കമാൻഡ് ചെയ്യുക, അതായത് ഗെറ്റ് ഔട്ട് ഓർ ബി സൈലന്റ്, ഇങ്ങനത്തെ വേർഡ്സിനെയാണ് ഇംപെറേറ്റീവ്. അല്ലെങ്കിൽ പ്ലീസ് ഡ്രിങ്ക് സം വാട്ടർ, or could you please pass me the pen. All these sentences are imperative sentences. And the fourth kind of sentence were exclamatory sentences, like you are exclaiming something, like what a beautiful surprise it was, അല്ലെങ്കിൽ you surprised me, or I'm shocked. That's exclamatory sentence. And അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, സെന്റൻസിൽ 2 പാർട്ട് ഉണ്ട്. അതായത് സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്. സോ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത്, അതൊരു മനുഷ്യനാവാം അല്ലെങ്കിൽ ഒരു വസ്തുവാവാം, അതിന് നമ്മൾ സബ്ജക്ട് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എന്ത് പറയുന്നു അതിന് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ ടോം ഗോസ് ടു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോം ആണ് സബ്ജക്ട്, ടോം എന്ത് ചെയ്യുന്നു, ഗോസ് ടു സ്കൂൾ, അതാണ് പ്രെഡിക്കേറ്റ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞു സെന്റൻസിന്റെ ഡിവിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞു. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർഡ്സ്, ഓരോ സെന്റൻസിലും അവർക്ക് വ്യത്യസ്തമായ റോൾസ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ അതിനെ വേർഡ്സിനെ നമ്മൾ പല 8 പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് നമ്മൾ പറഞ്ഞു. അതിൽ എന്താണ് നമ്മൾ തുടങ്ങിയത്, നൗണിൽ നിന്നാണ് തുടങ്ങിയത്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ നൗൺ എന്ന് പറയും. അത് കഴിഞ്ഞ് അഡ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞു. അതായത് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തിനെയും അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രോനൗൺ, അതായത് ജാക്കിന് പകരം നൗണിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്തിനെയും പ്രോനൗൺ ആണെന്ന് പറഞ്ഞു. ജാക്ക് is absent and he is ill, or because he is ill. We don't have to repeat. It is, why should we repeat names all often? Like for example, Jack is absent, Jack is ill, Jack is at his parents' house, Jack is staying at home. Appo adinu pagaram Jack is absent as he is ill, he is at his home, he is taking care of his parents, or he is staying at home. Appo he use Jack ന് പകരം യൂസ് ചെയ്യുന്നതിനാണ് pronoun എന്ന് പറയുന്നത്. ആൻഡ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെയോ ഉദ്ദേശിക്കുന്നതാണ് വേർബ് എന്ന് പറഞ്ഞു. അതായത് എന്താ ആക്ഷൻ, ലൈക്ക് ഐ എം ലിസ്ണിംഗ് ടു ദ ക്ലാസ്, അല്ലെങ്കിൽ ഐ എം ഡ്രിങ്കിങ് കോഫി, ഓർ ഐ എം ഈറ്റിംഗ് ഫുഡ്, ഓർ ഐ എം സ്ലീപ്പിംഗ്. ഓൾ ദീസ് ആർ ആക്ഷൻസ്. അങ്ങനെ ആക്ഷൻസിനെയാണ് വേർബ് എന്ന് പറഞ്ഞു. ഇറ്റ് മെ നോട്ട് ബി ആക്ഷൻസ് ഓൾസോ, ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റ് ഓൾസോ. അതായത് ഒരു നിശ്ചലമായ കാര്യത്തിനെ നമ്മൾ വേർബ് എന്ന് പറഞ്ഞു. ഡൽഹി ഈസ് എ ബിഗ് സിറ്റി, ഓർ മുംബൈ ഈസ് എ ക്രൗഡഡ് സിറ്റി. അപ്പൊ ഈസ് എന്ന് പറയുന്നതിന് വേർബ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അഡ്വേർബിന്റെ കാര്യം പറഞ്ഞു. അതായത് അഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, അതായത് വേർബ് എങ്ങനെ ചെയ്തു, ആക്ഷനെ എങ്ങനെ ചെയ്തു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളതിന് അഡ്വേർബ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രൊപ്പോസിഷൻസ് പറഞ്ഞു. അതായത് നൗണിന് വേറൊരു ഒബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇൻ, ഓൺ, at, beside, behind, in front of, although അല്ല, സോറി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊപ്പോസിഷൻസ് എന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ ഡീൽ ചെയ്യാനത് യു ഹാവ് എ ചാപ്റ്റർ കമ്മിങ് അപ്പ് which is on prepositions again. And then
കൺജങ്ഷൻ പറഞ്ഞു. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേർഡ്സിനെയോ രണ്ട് സെന്റൻസിനെയോ രണ്ട് ഐഡിയനെയോ കൂട്ടിച്ചേർക്കുന്ന വേർഡിനെയാണ് കൺജങ്ഷൻ. അതായത് ആൻഡ്, ബിക്കോസ്, ബട്ട്, ആസ്, ഓൾസോ, തോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇന്റർജങ്ഷൻ. ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, സഡൻ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്നേ ഇന്റർജങ്ഷൻ എന്ന് പറയും. അതായത് വാവ്, അല്ലെങ്കിൽ ഹറേ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നവർ അയ്യോ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന വേർഡ്സ്, ആശ്ചര്യം, അല്ലെങ്കിൽ പെട്ടെന്നായി പറയുന്ന വേർഡ്സിനാണ് ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത്. So with that, I'm done for today's lecture.